പ്രൈസ് ലോർഡ്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഇന്നെല്ലാവർക്കും ഭയമാണ്, ഏത് കാര്യത്തിനും ഭയമാണ്. എന്തിനാ ഭയപ്പെടുന്നത്? നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം, തികഞ്ഞ സ്നേഹം, ദൈവത്തിൽ നിന്നുള്ള തികഞ്ഞ സ്നേഹം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം ഭയപ്പെട്ടു പോകേണ്ട കാര്യമില്ല. രോഗികളാണ് കൂടുതലും ഭയത്തെക്കുറിച്ച് പറയുന്നത്. രോഗത്തിലിരിക്കുന്നു, ഞാൻ പെട്ടെന്ന് മരണപ്പെട്ടു പോകുമോ, ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, കടങ്ങൾ കാരണം എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ, പല പല കാരണങ്ങൾ പെട്ടെന്ന് അതായത് ചിന്തിച്ചു കൂട്ടുകയാണ് ഒരുപാട് കാര്യങ്ങൾ. അത് നമ്മുടെ ശരീരത്തെയാണ് ബാധിക്കുന്നത്. ദൈവമക്കളെ, നാം ഭയപ്പെട്ടു പോകരുത്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം ഭയപ്പെട്ടു പോകേണ്ട കാര്യമേ ഇല്ല. അതുപോലെ തന്നെ നിരാശയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തെറ്റായ തീരുമാനമെടുക്കും. നമ്മുടെ കൂടെയുള്ളവരെ ആരെയും നാം ചിന്തിക്കാതെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും. എല്ലാം അവസാനിപ്പിച്ചേക്കാം ഒറ്റ നിമിഷം കൊണ്ട്. ഒരിക്കലും അരുത്, ആ ഒരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വരരുത്. കാരണം ദൈവത്തെക്കാൾ മറ്റാരും നമ്മെ സ്നേഹിപ്പാനില്ല, നമ്മളെ സംരക്ഷിക്കാനില്ല. ദൈവത്തിൽ നിന്നുള്ള ആ തികഞ്ഞ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നു പോകത്തില്ല. അങ്ങനെ നാം നെഗറ്റീവുകൾ ചിന്തിച്ചിരിക്കത്തില്ല. നമുക്ക് നമ്മുടെ ശരീരത്തിനാണ് ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്നത്. നാം കൂടുതൽ ചിന്തിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ, നിരാശയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് പ്രശ്നമാണ് വരുന്നത്. നാം മെഡിസിൻ എടുക്കുന്നവരായിരിക്കാം, സാമ്പത്തികത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എന്നാൽ ദൈവ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുന്നവർ ആ ഒരു ഭയം നമ്മുടെ ലൈഫിൽ നിന്ന് പാടെ നമ്മൾ സ്വയം ചിന്തിച്ച് മാറ്റിക്കളയണം. നമ്മൾ എവിടെയാണോ വീണ് കിടക്കുന്നത് അവിടുന്ന് ചാടി എഴുന്നേറ്റ് നമ്മളൊരു തീരുമാനമെടുക്കണം. ഞാൻ ഇനി ഭയക്കത്തില്ല, ഞാൻ ഒരു കാരണവശാലും ഒന്നിനെയും ഞാൻ ഭയക്കത്തില്ല, നിരാശയിലേക്ക് ആഴ്ന്ന് ഞാൻ പോകത്തില്ല, ദൈവസന്നിധിയിൽ തന്നെ ഇരിക്കും. യോഹന്നാൻ്റെ 1-4:18 പറയുന്നത്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. നാം ആ യോഹന്നാൻ്റെ ലേഖനം എടുത്ത് വായിക്കണം. ദൈവസ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. വചനത്തിനകത്ത് പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ആ സ്നേഹത്തിനകത്ത് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം, തികഞ്ഞ സ്നേഹം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ, നാം ദൈവത്തിനോട് പറ്റിയിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നാം തെറ്റായ തീരുമാനമെടുത്ത് നാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യത്തില്ല. ദൈവത്തോട് പറ്റിയിരിക്കുക. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് നാം ഭയപ്പെട്ടു പോകരുത്. ഭയപ്പാടോടുകൂടി മറ്റൊന്നും ചിന്തിച്ച് കൂട്ടി നമുക്ക് പല പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ഒരുപക്ഷെ രോഗങ്ങൾ, നിരാശകൾ വരുമ്പോൾ നമുക്ക് രോഗങ്ങൾ വരും. സ്ട്രെസ്സ്, ബ്ലഡ് പ്രഷർ കൂടും, ഷുഗർ കൂടും, പല പ്രയാസങ്ങളുണ്ടാകും. എന്നാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ആർക്കും നമ്മളെ ഒന്നും ഭയപ്പെടുത്തി കളയാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിരാശയ്ക്കകത്ത് ആഴ്ന്നു പോകരുത്. ഭയപ്പെട്ട് പ്രയാസപ്പെട്ട് പുറകോട്ട് ഉൾവലിഞ്ഞിരിക്കാതെ വചനം വായിക്കുക, പ്രാർത്ഥിക്കുക. ദൈവസ്നേഹം നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് പ്രയാസപ്പെട്ട് മനം കലങ്ങിയിരിക്കാതെ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ നമുക്കും ദൈവത്തിൻ്റെ പാദപ്പെടുത്തിലിരുന്ന് നല്ല അംശങ്ങൾ തിരഞ്ഞെടുക്കാം. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒന്നുമില്ല. നമ്മളും നല്ല അംശം തിരഞ്ഞെടുക്കാൻ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരിക.